നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സുകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തുടങ്ങാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ചില ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മെയ് മാസം 22-ാം തീയതിയോടെ +2 റിസൾട്ടുകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 2 ആഴ്ചയും കൂടെയാണ് ഇനി അതിനുവേണ്ടി അവശേഷിക്കുന്നത്. ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതായിട്ട് വരിക. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, LBSലേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ റെഡിയാക്കി വെക്കേണ്ട ഏതാനും ചില ഡോക്യുമെൻറ്റുകളുണ്ട്. ആ ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പരിശോധിക്കുക. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുക. ഈ ഒരു സമയത്ത് തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ നൽകുകയും റെഡിയാക്കി വെക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. ഏകദേശം 1 മാസം സമയം വരെ ചില ഡോക്യുമെൻറ്റുകൾ കിട്ടാനായിട്ട് കാലതാമസം നേരിട്ടെന്നും വരാം. അപ്പോൾ ഈ ഒരു സമയം അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റിസർവേഷൻസിന് ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ട പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കരസ്ഥമാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, കേരളത്തിൽ ജനിച്ച കുട്ടികളല്ല എന്നുണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ പോലെയുള്ള ഡോക്യുമെൻറ്റുകൾ റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരിക. നമ്മൾ കേരള ഗൈഡൻസിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് നൽകാറുണ്ട്. കാരണം നമ്മൾ തന്നെയാണ് LBSൻ്റെയും മറ്റുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷന് ആപ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസും പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകളും ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ലഭിക്കുന്നതാണ്. ഇനിയും ആർക്കെങ്കിലും കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് കേരള ഗൈഡൻസിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒരു സമയത്ത് നമ്മൾ ഓരോ കോളേജുകളെക്കുറിച്ചും ഏകദേശം ധാരണയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, LBSൽ സാധാരണ രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് കോളേജുകളുടെ ഓപ്ഷൻസ് ഒന്നും നൽകേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളിലേക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ കോളേജിൻ്റെ ഓപ്ഷൻസും നൽകിയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഓരോ കോളേജുകളെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോളേജുകളെക്കുറിച്ച് മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഓപ്ഷൻസ് നൽകണം എന്നുള്ള കാര്യങ്ങളൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാപ്ഷന് കണ്ടതുപോലെ തന്നെ ഒരു പക്ഷേങ്കിൽ കുറച്ച് കാലതാമസം, കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ കുറച്ച് കാലതാമസം മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് തുടങ്ങുവാനായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ +2 റിസൾട്ട് വന്ന് ഉടൻ തന്നെ LBSൻ്റെ ആപ്ലിക്കേഷൻസ് റിലീസ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LBSൻ്റെ ആപ്ലിക്കേഷൻ നൽകുന്ന വേളയിൽ ഇവിടെ കോളേജിൻ്റെ ഓപ്ഷൻസ് ഒന്നും നൽകേണ്ടതായിട്ടില്ല. ഏകദേശം 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോളേജുകൾ ഓപ്ഷൻസ് നൽകേണ്ടതായിട്ട് വരിക. അതായത് LBSൽ ആപ്ലിക്കേഷൻ തുടങ്ങി ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോളേജ് ഓപ്ഷൻസ് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിനോടകം ഈ പറയുന്ന കോളേജുകൾക്കെല്ലാം അഫിലിയേഷൻസ്, ബാക്കിയുള്ള പ്രോസസ്സിങ്ങുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്രൂവൽസ് കിട്ടുന്നതായതുകൊണ്ട് തന്നെ മിക്കവാറും LBSൻ്റെ ആപ്ലിക്കേഷൻസ് ആദ്യമേ തന്നെ റിലീസ് ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ മാനേജ്മെൻറ്റ് സീറ്റുകളുടെ കാര്യം വേറെ രീതിയിലാണ്. കാരണം AFRC, അഡ്മിഷൻ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയാണ് സുപ്രീം അതോറിറ്റി. ഈ അഡ്മിഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സുപ്രീം അതോറിറ്റി. അപ്പോൾ ഈ AFRC എന്ന് പറഞ്ഞ ഈ കമ്മിറ്റിയുടെ അടുത്ത് ഓരോ കോളേജിനും അടുത്ത വർഷത്തേക്ക്, അതായത് 2026-27 ബാച്ചിലേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ, അപ്രൂവൽസ് എല്ലാം നൽകിയിട്ടുണ്ടോ, അഫിലിയേഷൻസ് എല്ലാം പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോ കോളേജുകൾക്കും, അത് അസോസിയേഷനിൽപ്പെട്ട കോളേജ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വലായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളായിക്കോട്ടെ, ഓരോ കോളേജുകൾക്കും അഡ്മിഷൻ എടുക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഥവാ കുഹാസിൻ്റെ കീഴിലുള്ള ഇൻസ്പെക്ഷൻസ് എല്ലാ നടപടികളൊക്കെ ഏകദേശം ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ഏകദേശം മാർച്ച് മാസമൊക്കെ ആയിട്ട് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ ഇൻസ്പെക്ഷൻ നടപടികളൊക്കെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മിക്കവാറും വരുന്ന കോളേജുകളൊന്നും തന്നെ KNMCയുടെ ഇൻസ്പെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ക്രൂട്ടിനി കമ്മിറ്റിയിൽ നിന്നെല്ലാം പാസ്സാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം, അപ്ഡേറ്റുകളെല്ലാം കിട്ടി അത് ഈ AFRCയിൽ നൽകിയാൽ മാത്രമാണ് അവർ അപ്രൂവൽ സാധാരണഗതിയിൽ നൽകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേങ്കിലും മാനേജ്മെൻറ്റ് അസോസിയേഷനുകളിലേക്ക് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പ്രൈവറ്റ് കോളേജുകളിലൊക്കെ തന്നെ അഡ്മിഷൻസ് നീണ്ടുപോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം LBSൻ്റെ ആപ്ലിക്കേഷൻസ് ഈ ഒരു റിസൾട്ട് വരുന്ന ഉടനെ തന്നെ റിലീസ് ചെയ്താൽ, അതായത് മെയ് മാസത്തിൽ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് പറയുമ്പോൾ ജൂൺ മാസം പകുതിക്ക് മുകളിലേക്ക് സമയമെടുക്കുമായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകാനായിട്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓപ്പണായി ഏകദേശം 3 തൊട്ട് 4 ആഴ്ച വരെ, ഏകദേശം 1 മാസത്തിനടുത്ത് സമയം നമുക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ LBSൻ്റെ അയക്കാം ആദ്യമേ റാങ്ക് ലിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ത് തന്നെയായാലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ അറിയിക്കുന്നതാണ്.
കൂടാതെ തന്നെ നഴ്സിംഗ് ഡയറീസിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. തീർച്ചയായിട്ടും അതിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും. അപ്പോൾ നഴ്സിംഗ് ഡയറീസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോളേജുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ആഴ്ചയോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കേരള ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്കുകൾ കാര്യങ്ങൾ അയച്ചു തരുന്നതുമായിരിക്കും. അഥവാ നിങ്ങൾ +2 മാർക്കുകൾ കുറവാണ് പ്രതീക്ഷിക്കുന്നത്, 80%, 85% ഒക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കെങ്കിൽ കേരളം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുറത്തേക്കുള്ള നല്ല മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കുക. പുറത്തേക്ക് നോക്കുമ്പോഴും നിരവധി ചതിക്കുഴികൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസുമായിട്ട് പോവുക. നിരവധി കുട്ടികൾ ഈ പറയുന്നത് പോലെ നഴ്സിംഗ് ഡയറീസിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസുമായിട്ട് പോകാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല ഫീസ് അളവിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.